ഹലോ ഗായ്സ്, നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? സോ ഇതിലുള്ള കുറച്ച് പ്രിപ്പറേഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നേരത്തെ തന്നെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഇച്ചിരി കൂടെ ഈസി ആക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവോള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിരിയാണീസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫിഷ് ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ കുറച്ച് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുഖത്ത് നല്ലപോലെ കാണാൻ പറ്റും. ബട്ട് ഇപ്പം എൻ്റെ അമ്മ അങ്ങോട്ട് പോയത് എന്തിനാണെന്നറിയോ? ലൈറ്റ് ഓഫ് ആക്കാനാണ്. സോ ഗൈസ്, നമുക്കെന്തായാലും നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ച് പേസ്റ്റാക്കിയതാണ്. അതും ഉപ്പും പിന്നെ വിനീഗർ, ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് നമ്മുടെ മീൻ, ഞാനിവിടെ കേരയാണ് എടുത്തിരിക്കുന്നത്. സോ മീനിടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 10 to 20 മിനിറ്റ്സോളം ഇത് മീനൊന്ന് ഇരിക്കണം. പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ കാര്യം നോക്കാം. സോ റൈസ് രണ്ട് രീതിയിൽ ഞാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് നമ്മുടെ സ്പൈസസ് എല്ലാം അങ്ങനെ തന്നെ ഇട്ട് ബോയിൽ ചെയ്തെടുക്കണം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും ഈ നെയ്ച്ചോറ് ഉണ്ടാക്കും പോലെ തന്നെയാണ് റൈസ് വെക്കാറ്. സോ അതിന് വേണ്ടി ഞാൻ ഒരു പാൻ എടുത്തു. പാനിലേക്ക് ഓയിലും അതുപോലെ തന്നെ ഗീയും ആഡ് ചെയ്തു. അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ അരി ഇട്ടു, നല്ലപോലെ റോസ്റ്റ് ചെയ്തു. ആൻഡ് ഇതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. സോ വെള്ളം എന്ന് പറയുമ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇതിന് ശേഷം ഇനി ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സവോള വറുത്തത്. സോ അതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വെന്ത് ഒന്ന് റൈസ് സെറ്റായിട്ട് വരണം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി സെറ്റാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മീൻ വറുത്ത അതേ പാൻ, അതേ എണ്ണ, അതിലേക്ക് നമ്മുടെ സവോള ആഡ് ചെയ്യുക. നല്ലപോലെ സോട്ട് ചെയ്യുക. നല്ലപോലെ, അതായത് നമ്മൾക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെ വരണം. അതുപോലെ നമ്മുടെ സവോള സോട്ട് ചെയ്യണം. ഏകദേശം ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, നമ്മൾ നേരത്തെ ആ മീൻ മാരിനേഷൻ എടുത്തല്ലോ. സോ അത് ആ സെയിം പേസ്റ്റാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുക. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറും വരെ നല്ലപോലെ സോട്ട് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് നമ്മുടെ തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. സോ അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലപോലെ വെള്ളം വറ്റി സെറ്റായി ഒന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യാം. അതായത് ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല,
മല്ലിപ്പൊടി, ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരുപാട് സ്പൈസസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ലപോലെ നമ്മുടെ ആ ഒരു സ്പൈസസിൻ്റെയൊക്കെ ഒരു ആ ഒരു ടേസ്റ്റ്, ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് മാറും വരെ നല്ലപോലെ സോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓഫ് യോഗേർട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് നമ്മുടെ വാട്ടർ കൺസിസ്റ്റൻസിയും കൂടെ നോക്കി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി മല്ലിയില, പുതിനയില, ഈ 2 ഇലകളും നല്ലപോലെ ചോപ്പ് ചെയ്ത് അതിനകത്തിട്ട് അതും നല്ല രീതിയിൽ നമ്മുടെ ഈ മസാലയായിട്ട് ബ്ലെൻഡായി വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റൈസിലിട്ട പോലെ സവോള വറുത്തത് ഇതിലും ഞാൻ കുറച്ചിടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ കൺസിസ്റ്റൻസി നോക്കി നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മീൻ ഫ്രൈ ചെയ്തത് വെച്ച് ഇതിനകത്തിടുക, ഇളക്കരുത്, അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് മീൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നമുക്ക് ദമ്മിലേക്ക് കിടക്കാം. സോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടു, അതിനുശേഷം അതിൻ്റെ മേലെ ഗ്രേവി ഇട്ടു, അതിൻ്റെ മേലെ പിന്നെയും ഞാൻ റൈസ് ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ ഞാൻ മല്ലിയില, പുതിനയില, സവോള വറുത്തത്, അതുപോലെ തന്നെ നെയ്യും, ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചു. ഇതിന് ശേഷം ഇതിന് മേലെ ഒരു ലെയർ റൈസും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഞാൻ ഈ ഒരു ലെയറിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മല്ലിയില, പുതിനയില, സവോള വറുത്തത്, അതുപോലെ തന്നെ ഗീയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ ഗ്രേവി മാത്രമേ നമ്മൾ ഈ റൈസിൽ ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫിഷ് മാറ്റി വെച്ചായിരുന്നു. സോ ആ മാറ്റി വെച്ച ഫിഷും കൂടി ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക. ഇച്ചിരി കൂടെ നെയ്യൊന്ന് തൂവുക. പിന്നെ ഒന്ന് അടച്ച് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സോളം ദമ്മിടുക. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഗായ്സ്. സോ ഈ ഫിഷ് എല്ലാം ഞാൻ ഒന്ന് മാറ്റി വെച്ച് റൈസും മസാലയായിട്ട് ഒന്ന്, ഒരുപാടല്ല, ഒരു ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം മാത്രം. ഞങ്ങളിവിടെ ഇങ്ങനെ മിക്സ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.